മതത്തോട് അന്ന് ഇന്ത്യയിൽ രണ്ട് സമീപനമാണ് ഉള്ളത്. ഒന്ന് തിലകനെയൊക്കെ പോലുള്ള തീവ്ര മതവാദികൾ, മറ്റൊന്ന് മതത്തെ ഔട്ട്റൈറ്റായിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഒരു അതിതീവ്ര റാഷണലിസത്തിൻ്റെ വക്താക്കളും ആണ്. ഗാന്ധി ഇതിൻ്റെ ഇടയിലാണ്. ഈ ഇടയിലാണ് മനുഷ്യർ. നാൽപ്പത്താറ് മുതൽ 48 വരെ ഗാന്ധി ഏതാണ്ട് ഒരു 16,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. 78ാമത്തെ വയസ്സിലാണെന്ന് കൂടി, 77-78 വയസ്സിലാണെന്ന് കൂടി ഓർമ്മിക്കണം. അപ്പോൾ ഈ പ്രായത്തിൽ ഗാന്ധി 16,000 കിലോമീറ്റർ നവഖലിയിലും പഞ്ചാബിലും ബീഹാറിലും ഡൽഹിയിലും കൽക്കട്ടയിലുമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതിൽ പഞ്ചാബ് ഒഴികെയുള്ള സ്ഥലമാണ് നമ്മൾ ഈ എക്സിബിഷനിൽ എടുത്തിട്ടുള്ളത്. ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്, ആ വെല്ലുവിളിയുടെ ഒരു പെർസെൻറ്റേജ് പോലും കേരളത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം കേരളം പല രീതിയിലും നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും എല്ലാ തലത്തിൽ നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റെസിസ്റ്റൻസ് ഈ ഒരു ഷോ കേരളം ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റിയത്. അതിതീവ്ര ഹിന്ദുത്വവാദികൾ ഇന്ത്യയിൽ അന്ന് കുറവാണ്. അതിതീവ്ര യുക്തിവാദികൾ നിശ്ചയമായിട്ടും കുറവാണ്. ഈ സാധാരണ മനുഷ്യർക്ക് പാകപ്പെട്ട ഒരു നിലയിലേക്ക് ഹിന്ദുത്വത്തിൻ്റെ അകത്ത് കടന്നുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഗാന്ധി നടത്തിയത്. അത് വിജയിച്ചോ ഇല്ലേ എന്നൊക്കെ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ആ എഫർട്ട് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾക്ക് ചരിത്രത്തിൽ ഇത്രയും ഭീമാകാരമായ ഒരു ജനസഞ്ചയത്തെ വേണ്ടെന്ന് വെക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ സെമിനാർ ചെയ്യണവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ ചരിത്രത്തിൽ ഇടപെടുന്നവർ ഈ മനുഷ്യരെയും കൂടി കൂട്ടിയിട്ടേ നിങ്ങൾക്ക് ഇതിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതിന് പാകമാകുന്ന മട്ടിൽ ഈ മതത്തിനകത്ത് നടത്തുന്ന എൻഗേജ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വാസ്തവത്തിൽ അത് കൃത്യമായിട്ട് മനസ്സിലായത് ഗോഡ്സേക്കാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾക്കാണ്. ഗോഡ്സെ ഷിംല കോടതിയിലെ പ്രസ്താവനയിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തി എന്നുള്ളതാണ്. സത്യം അഹിംസ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുമതത്തിൻ്റെ പൊട്ടൻഷ്യൽ നശിപ്പിച്ചു ഗാന്ധി എന്നുള്ളതാണ് ഇയാളുടെ ആദ്യത്തെ ചാർജ്. അത് വളരെ പ്രധാനപ്പെട്ട ചാർജാണ്. കാരണം ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു താൽക്കാലികമായ വിഭ്രാന്തിയിലല്ല, മറിച്ച് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആക്ഷൻ തന്നെയാണ്. അപ്പോൾ അത് പറയുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടാവുന്നതിന് എതിർത്ത അരാഷ്ട്രീയ ചിന്തകനായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് 75 തൊട്ട് 80% ഇന്ത്യക്കാർ പോവർട്ടി, അതായത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അനുഭവിക്കുന്ന ആളുകളാണ്. ദരിദ്രന്റെ കണ്ണീരൊപ്പാതെ ഈ രാജ്യത്തിന് രക്ഷയുണ്ടാവില്ല എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. വെറുപ്പും വിദ്വേഷവും ദുരിതവും സഹനവും കൊലയും കൊള്ളയും ഒക്കെ വിതയ്ക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ പറയുന്ന ഈ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനെതിരെ മനുഷ്യസ്നേഹത്തിൻ്റെയും അഹിംസയുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ രാഷ്ട്രീയമായി പഠിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധി ഇതിലൂടെ പോകുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്സ്റ്റ് ബുക്കാണ്, പാഠപുസ്തകമാണ്. എങ്ങനെയാണ് പരസ്പരം കടിച്ചു കീറാൻ ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യർക്കുള്ളിൽ പരസ്പര വിശ്വാസത്തിൻ്റെതായ ഇടകൾ നെയ്തെടുത്തത് എന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾ കരുതുന്നു. ആ തിരിച്ചറിവാണ് ഈ ഷോയുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. കാരണം ഈ ഷോ നമ്മൾ വെറുമൊരു ഷോ ആയിട്ട് മാത്രം കാണുന്നില്ല. ഇത് വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. ആ ഷോയിൽ എല്ലാ തലങ്ങളും ഉണ്ട്. ഒരു വിഷ്വൽ ആർട്ടിൻ്റെ തലങ്ങളുണ്ട്, കവിതയുടെ തലങ്ങളുണ്ട്, ഹിസ്റ്ററിയുടെയും എത്നോഗ്രഫിയുടെയും തലങ്ങളുണ്ട്.
എല്ലാം കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇന്നത്തെ ഒരു പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷോയാണ്. ആ ഷോ എല്ലാവരും കാണേണ്ടതും ഇതിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചർച്ചയാവേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. നെഹ്റു യുഗം തന്നിട്ടുള്ള ആ വലിയ തരത്തിലുള്ള മനുഷ്യാന്തസ്സിനെയും മനുഷ്യ സ്വാതന്ത്ര്യത്തെയും പറ്റിയുള്ള എല്ലാ പാഠങ്ങളും കവർന്നെടുത്ത ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ കാലത്ത് നമ്മൾ നമ്മുടെ ഭൂതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, ആ ഭൂതകാലം തരുന്ന പാഠങ്ങൾ, യഥാർത്ഥ പാഠങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക, അത് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു.